ഹലോ, വെൽക്കം ടു മൈ ചാനൽ UPSC ഹബ് കേരള. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻസ് ടോപ്പിക്കും രണ്ട് പ്രിലിംസ് ടോപ്പിക്കുമാണ്. ഓക്കെ, GS2 GS3 ഉള്ളത്. പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ GS3 അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ശ്രീലങ്ക ടു പെർമിറ്റ് കോൾസ് ഫ്രം ഫോറിൻ റിസർച്ച് വെസൽസ് അറ്റ് ഇറ്റ്സ് പോർട്ട്സ് നെക്സ്റ്റ് ഇയർ. ബൈ നെക്സ്റ്റ് ഇയറിൽ ശ്രീലങ്ക ഫോറിൻ റിസർച്ച് വെസൽസിനെ പെർമിറ്റ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ഷോസിലേക്ക് വരാൻ പെർമിറ്റ് ചെയ്യാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. നമുക്കറിയാം ഇക്കൊല്ലം ജനുവരിയിൽ 2024 ശ്രീലങ്ക ഫോറിൻ റിസർച്ച് വെസൽസിനെ ബാൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ചൈനീസ് വെസൽസ് അവിടെ പോയിട്ടുണ്ട്. സ്റ്റിൽ അവർ പറഞ്ഞ ബാൻ ചെയ്തു. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ഒരു സമയത്താണ് ഈ ഒരു പുതിയൊരു ഡിസിഷൻ അവർ പറയുന്നത്. ഓക്കെ, ബൈ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ പെർമിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ചൈനക്ക് എന്താണ് ശ്രീലങ്കയിൽ കാര്യം? നമ്മൾ ആദ്യം നോക്കുന്നതാണെങ്കിൽ നമുക്കറിയാം, ഫ്രം ദി ബിഗിനിങ് ഓൺവേർഡ്സ് ചൈനീസ് പരമാവധി എക്സ്പാൻഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവർക്കെല്ലാം അവിടെ എത്തണം. ഓക്കെ, ഇന്ത്യ അവരുടെ മെയിൻ എനിമിയാണ്. സോ ഇന്ത്യനെ നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എവിടെയും വരെ പോകും, ഏതറ്റം വരെ പോകും എന്നുള്ളൊരു ടിപ്പിക്കൽ സ്വഭാവമാണ്. ഓക്കെ, പ്ലസ് ട്രേഡ്. സോ ചൈനയുടെ പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു പോർട്ട് അല്ലെങ്കിൽ ഇവർ അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പൊസിഷനിലാണ് ഉള്ളത്. സോ ബിഗ് പവേഴ്സ് ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ പൊസിഷന് വേണ്ടിയിട്ട്. സ്റ്റിൽ ചൈന അത് എന്താ പറയുക ഓക്യുപ്പൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് പറ്റുകയും ചെയ്തു. ഓക്കെ, സോ അവരിവിടെ ഒരു ലോജിസ്റ്റിക് കോംപ്ലക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ കൊളംബോ പോർട്ടിൽ. ഓക്കെ, സോ ചൈന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്ത്യക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഇന്ത്യനെ വാച്ച് ചെയ്യാനാണ് വരുന്നത്. സോ ഇന്ത്യൻ്റെ കൺസേൺ നമുക്ക് നോക്കാം. ചൈന ഇന്ത്യൻ ഓഷ്യൻ റീജിയനാണ്, അതായത് IORൽ തൻ്റെ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇത് ഒന്ന് ഇന്ത്യക്ക് ഇഷ്ടമല്ല. പിന്നെ ക്വാഡ് മെമ്പേഴ്സ്, അതായത് ഇന്ത്യ അടങ്ങുന്ന ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് US. അപ്പോൾ ഈ 4 ക്വാഡ് മെമ്പേഴ്സിനും ഇത് ഇഷ്ടമല്ല. ഓക്കെ, ചൈനേൻ്റെ ഡോമിനൻസ് അവർക്ക് ഇഷ്ടമല്ല. സോ ആ ഒരു സ്ട്രാറ്റജിക്ക് എതിരാണ് ഇവർ. പ്ലസ് ഈ ഒരു ഇഷ്യൂ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതിൻ്റെ അകത്ത് ഒന്നാണ് റിവൈവൽ ഓഫ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്. ഓക്കെ, കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ശ്രീലങ്കയും ഇന്ത്യയും കോമൺ ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, റീജിയണൽ ഗ്രൂപ്പിംഗ് ആണ്. 2011 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് മൗറീഷ്യസ്. ബംഗ്ലാദേശും സേച്ചൽസും ജസ്റ്റ് ഇപ്പോഴും അതിന്റെ ഒബ്സർവേഴ്സ് തന്നെയാണ്. 2020 മുതൽ ഈ ഒരു ഗ്രൂപ്പിങ്ങിന്റെ റിവൈവലിന് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയണൽ ഗ്രൂപ്പിങ്ങിന്റെ മെയിൻ വിഷൻ എന്ന് പറയുന്നത് റീജിയണൽ സെക്യൂരിറ്റി തന്നെയാണ്. ഓക്കെ, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, മാരിടൈം സെക്യൂരിറ്റി വരെ നോക്കുന്നുണ്ട്. പിന്നെ ആന്റി ചൈന പോളിസിയാണ് ആക്ച്വലി ഇവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ശ്രീലങ്ക ഇപ്പം പ്രവർത്തിക്കുന്നത്. ആൻഡ് സാഗർ വിഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഉള്ള നേഷൻസിനെല്ലാം യുണൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ടെററിസത്തിനെതിരായിട്ടൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ സാഗർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ഈ കമന്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. സോ ഒന്ന് ഞാൻ പറഞ്ഞ ബാക്കി 2 ടോപ്പിക്സ്. സോ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർണൽ സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. GS3 വരുന്നുണ്ട്, പ്രിലിംസിലും വരാം. ഓക്കെ, DRDO അൺവീൽസ് കൺട്രീസ് ഇൻഡിജീനിയസ് ലൈറ്റ് ടാങ്ക് സൊറാവർ. അപ്പം പുതിയതായിട്ടുള്ള ഒരു ലൈറ്റ് ടാങ്ക് DRDO ഡെവലപ്പ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ റണ്ണിന് പോയിട്ടാണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് പ്രോട്ടോടൈപ്പ് മാത്രമേ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തത് DRDO ആണ്. ഇത് എന്ന് പറയുന്നത് ക്യൂമെൻസ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കാപ്പബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ പോലും ഇതിന് സർവൈലൻസ് നല്ല രീതിയിൽ പറ്റും. പ്ലസ് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്ട്രീം ഹൈറ്റ്, അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഈ ഒരു വെതറിലും എക്സ്ട്രീം ഹൈറ്റിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിന് മിനിമൽ ലോജിസ്റ്റിക് സപ്പോർട്ട് മാത്രമേ വേണ്ടൂ. ഓക്കെ, മിനിമൽ ലോജിസ്റ്റിക് സപ്പോർട്ട് മാത്രമേ വേണ്ടൂ. അപ്പം നമുക്കറിയാം DRDOന്റെ പുതിയ ഫ്ലൈറ്റ് ടാങ്ക് ആണ് സൊറാബ്. ഇന്ത്യൻ്റെ മെയിൻ ബാറ്റിൽ ടാങ്ക് ഏതാണെന്നറിയോ? അർജുനാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഇതാണ് ഈ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൻ്റെ വേറെ പറ്റുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിജിനസ് ആണ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ബിൽഡിങ്ങിൽ, അതായത് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ MSMEസും ഒരു പ്രോമിനൻറ്റ് റോള് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, MSME മീൻസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ എന്താ പറയുക, അവരൊരു കോൺട്രിബ്യൂഷനും കൂടി ഇവരെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നമ്മൾ കേട്ട് ഇതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നുമില്ല, അമീബിക് ഇൻഫെക്ഷനെ കുറിച്ചാണ്. കണ്ടെയ്ൻമെന്റ് സ്റ്റെപ്സ് ഓൺ ആസ് അനദർ കേസ് ഓഫ് അമീബിക് ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് ഇൻ കോഴിക്കോട്. നമ്മൾ കേരളത്തിലെ 4ാമത്തെ കേസാണ് ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആൺകുട്ടി തന്നെയാണ്. അപ്പം ഈ ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് 97% ഇത് ബാധിക്കുന്നവർ മരിച്ചു പോവാണ് സാധാരണ പതിവ്. ഓക്കെ, സർവൈവൽ ചാൻസ് വളരെ കുറവാണ്. അതുമാത്രമല്ല ഈ ഒരു ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് മെയിൻലി ഈ ഒരു ഓർഗാനിസം കാണപ്പെടുന്നത്, ഈ ഒരു അമീബ. ഓക്കെ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഈ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ സ്വിം ചെയ്യാൻ അല്ലെങ്കിൽ ഡൈവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ മൂക്കിലേക്ക് ഈ ഒരു ഓർഗാനിസംസ് ഒക്കെ ഉള്ള ഈ വെള്ളം കയറി ആ ഓർഗാനിസംസ് ബ്രെയിൻ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുന്നു. ഓക്കെ, ബ്രെയിൻ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുന്നു, പ്ലസ് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുന്നു. അപ്പം ടോട്ടൽ എന്താ പറയുക, ആളെ പോകുന്നു, ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. ഓക്കെ, ഇതിൻ്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിറ്റ് ചെയ്യൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു എപ്പിഡമിക്കോ പാൻഡമിക്കോ ആവാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പ്ലസ് ഇതിന് വേറൊരു എന്താ പറയുക പോയിന്റ് എന്ന് പറയുന്നതാണ് 10 to 25 ഇയേഴ്സുള്ള ആൾക്കാരെ മാത്രമാണ് മെയിൻലി കോമൺലി അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 10 to 25 ഇയേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തെല്ലാം കുട്ടികൾക്കാണ്. ഈ ഒരു ഡിസീസിന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു എന്താ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാക്സിനോ മെഡിസിനോ ഒന്നുമില്ല. സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ചിലർക്ക് അത് വർക്കാവും, ചിലർക്ക് എന്താ പറയുക അവർ റെസ്പോൺസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഹെഡേക്കും ഫീവറും നോസിയും വോമിറ്റിംഗ് ഒക്കെയാണ്. അപ്പം ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രിക്കോഷണറി മെഷേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ പറഞ്ഞിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ്, ചിലപ്പം പോൺസ് ആവാം, അല്ലെ ഈവൻ സ്വിമ്മിംഗ് പൂൾ വരെ ആവാം. ഈ കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണ് മെയിൻലി ഇങ്ങനത്തെ ഓർഗാനിസംസ് കാണുക. ഓക്കെ, അവർ സ്പെഷ്യലായിട്ട് എടുത്തു പറയുന്നുണ്ട് ഷാലോ ആയിട്ടുള്ള വാംനെസ് ഉള്ള അല്ലെങ്കിൽ ഒരു വാംത്തുള്ള ആ ഒരു ടൈപ്പ് വെള്ളത്തിലേക്കാണ് ഇത് മെയിൻലി കണ്ടുവരുന്നത്. ഓക്കെ, സോ ഷാലോ വാം ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് ഇത് കണ്ടുവരുന്നത്. സോ അങ്ങനെയുള്ള വെള്ളത്തിലേക്ക് അധികം കുതിച്ച് ചാടെടുക്കുക മീൻസ് മൂക്കിൽ വെള്ളം കയറുന്ന രീതിയിൽ ഡൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കുളിക്കാനോ പാടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ക്ലോറിനേറ്റിങ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി ഏർലി സ്റ്റേജ്, എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംറ്റംസ് ഒക്കെ 2 ആഴ്ചയോളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ പോയി കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സർവൈവൽ ചാൻസ് വളരെ കുറവാണ്, ഗ്ലോബലി ഉള്ളൊരു രോഗമാണ്. അപ്പം ഈ ഒരു അമീബേൻ്റെ പേരാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ. അപ്പം ഈ ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന വേറെ ഒരു പേരാണ് നൈഗ്ലേറിയ ഫലോറി. ഈ രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് അമീബിക് മെനിങ്കോ എൻഫിസിലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അമീബ. ഓക്കെ, ഈ ഒരു ഓർഗാനിസം. സോ ഇന്നത്തെ ടോപ്പിക് അത്രയേ ഉള്ളൂ. കമൻറ്റ് സെക്ഷനിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.